രാജ്യത്തെ ടെലിവിഷൻ റേറ്റിംഗുമായി ബന്ധപ്പെട്ട് പുതിയൊരു സ്റ്റെപ്പിലേക്ക് കടക്കുന്നു കേന്ദ്ര സർക്കാർ. ഇപ്പോൾ നിലവിലുള്ളത് ബാർക്ക് എന്ന് പറയുന്ന ഒരു ഏജൻസി ഏർപ്പാടാക്കുന്ന റേറ്റിംഗ് സമ്പ്രദായമാണ്. രാജ്യത്താകമാനമുള്ള ടെലിവിഷൻ സെറ്റുകളുടെ കാഴ്ചയുടെ കണക്കെടുക്കാൻ വളരെ പരിമിതമായ മീറ്ററുകൾ ചില വീടുകളിൽ മാത്രം സ്ഥാപിച്ച് അതിലെ സാമ്പിളുകൾ പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ റേറ്റിംഗ് തീരുമാനിക്കുന്ന ഏർപ്പാടാണ് ഇപ്പോഴുള്ളത്. അതേ ചൊല്ലി വലിയ തർക്കവിതർക്കങ്ങളുണ്ട്, കേസുകൾ പോലും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ദീർഘകാലം ബാർക്ക് എന്ന് പറയുന്ന ഈ റേറ്റിംഗ് സമ്പ്രദായം പ്രവർത്തിക്കാതെയിരുന്നു. അർണബ് ഗോസ്വാമിയുമായി ബന്ധപ്പെട്ട റേറ്റിംഗ് തട്ടിപ്പ് കേസ് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അത്. പല ചാനലുകളും റേറ്റിംഗിനകത്ത് വലിയ തോതിലുള്ള അസന്തുലിതാവസ്ഥയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിയമപരമായും അല്ലാതെയുമുള്ള ഇഷ്യൂസ് റേസ് ചെയ്ത് കണ്ടിട്ടുമുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ കാലത്ത് TV സെറ്റുകളുടെ ചെറിയ സാമ്പിളിംഗ് മാത്രം പോരാ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലുള്ള വ്യൂവർഷിപ്പ് കൂടി പരിഗണിച്ചുകൊണ്ടുള്ള പുതിയ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റേറ്റിംഗ് സംവിധാനം കൊണ്ടുവരണം. ഒരു പുതിയ മെത്തഡോളജി വേണമെന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. പുതിയ കരട് പുറത്തിറക്കി ജനങ്ങളുടെ അഭിപ്രായം തേടുകയാണ്. അത് ശരിയാവണ്ണം സാധ്യമായാൽ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ടെലിവിഷൻ റേറ്റിംഗ് പുറത്തു വരും. അത് നിലവിൽ ഇപ്പോഴത്തെ സിനാരിയോ ചിലപ്പോൾ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒന്നായിരിക്കും എന്നത് കാണേണ്ട കാര്യവുമാണ്. അതുമാത്രവുമല്ല, ഏതെങ്കിലും ഒരു സിംഗിൾ ഏജൻസി മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത കുറച്ച് കൂടുതൽ പ്ലെയേഴ്സിന് ഈ രംഗത്തേക്ക് വരാനുള്ള സാധ്യത കൂടി വഴി തുറക്കുന്നതാണ് സർക്കാരിൻ്റെ പുതിയ സ്റ്റെപ്പ്. അതെന്തുമാത്രം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ സുതാര്യവും നീതിയുക്തവുമായി പ്ലേസ് ചെയ്യപ്പെടും എന്നതും കാണേണ്ട കാര്യമാണ്. സാർ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എന്തുമാത്രം പ്രസക്തമാണ് ഈ ഡിജിറ്റലിനെയും കൂടി ചേർത്തുകൊണ്ടുള്ള കുറച്ചുകൂടി ആക്യുറേറ്റായ റേറ്റിംഗ് സംവിധാനം വരേണ്ടത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എന്തുമാത്രം ആവശ്യമുള്ളൊരു സംഗതിയായിട്ടാണ് തോന്നുന്നത്? തീർച്ചയായിട്ടും അത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പുതുതായി കേന്ദ്ര സർക്കാർ അത്തരമൊരു നിബന്ധനയിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു പരിഷ്കരണത്തിലേക്ക് വരുന്നു എന്ന് കണ്ടാലും ഇത് തന്നെ ഇപ്പോൾ ബാർക്ക് എന്ന് പറയുന്ന ഏജൻസി വളരെ കാലം മുമ്പേ തന്നെ ഓഫർ ചെയ്തൊരു കാര്യമാണ്. വളരെ കാലം മുമ്പേ, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മീഡിയ വണ്ണിലേക്ക് വരുന്നതിനൊക്കെ വളരെ മുമ്പ് നടത്തിയ അവരുടെ ഒരു അവലോകന യോഗത്തിൽ പങ്കെടുത്ത സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അങ്ങനെ ഒരു ഓഫർ അവർ മുന്നിൽ വെച്ചിരുന്നു. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും അത് വളരെ മെല്ലെയാണ് നടക്കുന്നത്. ഇപ്പോഴും അത് അവർ പറയുന്നുണ്ട്, എങ്കിലും അത് നടപ്പാക്കാനുള്ളൊരു ത്വര അവരിൽ കാണാനില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിഷാദ്, ഇപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ ഇതിനെ കാണും. ഇപ്പോൾ കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ ബാർക്കിനെ കുറിച്ചും റേറ്റിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം സംസാരിക്കാറുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. യഥാർത്ഥത്തിൽ ഈ ബാർക്ക് റേറ്റിംഗ് എന്ന് പറയുന്നത് നിയന്ത്രിക്കുന്ന വലിയ മൾട്ടിപ്പിൾ ക്രോഴ്സ് ഓഫ് റുപ്പീസിൻ്റെ ബിസിനസ് നമ്മുടെ ദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഈ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ദേശീയ നാഷണൽ ക്ലയൻസ് എന്ന് നമ്മൾ പറയുന്ന അവരുടെ ഈ അഡ്വർടൈസിങ് മേഖലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു ആചാരമാണ് ബാർക്ക് എന്ന് നമ്മൾ വേണമെങ്കിൽ. അതിൻ്റെ വസ്തുനിഷ്ഠതയോ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എത്രയുണ്ടത് അതിനകത്ത് നീതി യുക്തമായി തന്നെ അതിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന ചിന്തയോ വിലയിരുത്തലോ എല്ലാം ഒഴിവാക്കി അതൊരാചാരം പോലെ ഇന്ത്യയിൽ ടെലിവിഷൻ ചാനലുകൾക്ക് ദേശീയ സ്ഥാപനങ്ങൾ, കമ്പനികൾ പരസ്യം നൽകണമെങ്കിൽ റേറ്റിങ്ങിൽ ബാർക്കിൽ ഇത്ര GRP നിങ്ങൾക്കുണ്ടായിരിക്കണമെന്നാണ്. മിനിമം ഒരു കട്ട് ഓഫ് ലെവലിൽ അവർ വെച്ചിരിക്കുകയാണ്. അതിന് മേലെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങോട്ട് പോയാൽ മതി എന്നുള്ളതാണ്. അത് മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏക കറൻസി എന്ന് പറയുന്നത്. അത് മാത്രമേ നോക്കുകയുള്ളൂ, മറ്റൊന്നും നോക്കില്ല. ഇത് എപ്പോൾ തുടങ്ങിയതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ന്യൂസ് ചാനലുകൾ കാര്യമായി വളർന്നു വന്ന് ഇന്ത്യയിൽ ഈ ബിസിനസ് വളരെ ശക്തിപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടത്തിൽ ആരംഭിച്ചതാണെന്ന് ടാം എന്നുള്ള ഒരു ഏജൻസിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഒറ്റ ഏജൻസി മാത്രമേ അക്കാലത്തുണ്ടായിരുന്നു, ടാം. ആ ടാമിൻ്റെ മെഷർമെൻ്റാണ് എല്ലാറ്റിനും അടിസ്ഥാനമായി. ടാമിൽ ഏറ്റവും മുകളിൽ വരുന്ന ചാനലിന് ഇത്ര ഷെയർ, തൊട്ട് താഴെ വരുന്നതിന് ഇത്ര ഷെയർ, 3-4 ചാനലുകൾക്ക് ഓരോ സംസ്ഥാനത്തായാലും ദേശീയ തലത്തിലായാലും ഇവർ കൊടുക്കും. അതാണ് അതിന് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ വേറെ ഒന്നും സംസാരിക്കാൻ പോലുമില്ല, ഒരു ക്യാൻവാസിങ്ങിനുള്ള സാധ്യത പോലും മറ്റു തരത്തിലില്ല. ഇതാണ് പിന്നീട് ബാർക്ക് വന്നപ്പോൾ ബാർക്കിലേക്കും മാറിയത്. അപ്പോൾ ബാർക്ക് വന്ന ഘട്ടത്തിൽ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മറ്റത് ഒരുപാട് അനോമലീസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ബാർക്ക് രൂപം കൊണ്ടപ്പോൾ ടെലിവിഷൻ ചാനലുകളുടെ മാനേജ്മെൻറ്റുകളെയും കൂടി അതിനകത്തൊരു പാർട്ടാക്കി മാറ്റി. ടെലിവിഷൻ ചാനലുകളുടെ മാനേജ്മെൻറ്റുകൾ, അതുപോലെ തന്നെ ഈ അഡ്വർടൈസിങ് ഏജൻസികൾ, അതുപോലെ കമ്പനികൾ, ഇവരുടെ എല്ലാം ചേർന്ന് ഒരു കോമൺ പ്ലാറ്റ്ഫോം എന്ന നിലയിലാണ് ബാർക്ക് നിലവിൽ വന്നത്. ആദ്യഘട്ടത്തിൽ അത് വളരെ സ്വീകാര്യമായി മാറുകയും ചെയ്തു. പക്ഷെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി അതിന് പിന്നിലുള്ള ഒരു എന്തൊക്കെ കളികളാണ് അതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആ കേസിലൂടെ, അർണബ് ഗോസ്വാമി ഉൾപ്പെട്ട കേസിലൂടെ വളരെ വെളിപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ദേശീയ തലത്തിൽ ഇത് ചെറിയ ഒരു 0.25 അല്ലെങ്കിൽ 0.05 റേറ്റിങ്ങിൽ വരുന്ന അല്ലെങ്കിൽ GRPയിൽ വരുന്ന ഒരു ചേഞ്ച് പോലും ഉണ്ടാക്കാവുന്ന വലിയ പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ദേശീയ തലത്തിൽ ഇതൊരു മഹായുദ്ധമാണ്.
ആ മഹായുദ്ധത്തിൽ പിടിച്ചു നിൽക്കാനാണ് ഈ ദേശീയ ചാനലുകൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ വന്ന് നമുക്കറിയാം, ഈ സംഘപരിവാർ സർക്കാരിനെ എത്ര കണ്ട് പ്രശംസിക്കുന്നു, പ്രധാനമന്ത്രി എത്ര കണ്ട് നമ്മൾ വാഴ്ത്തുന്നു, അവർക്കാണിപ്പോൾ കൂടുതൽ റേറ്റിംഗ് എന്ന് കണ്ടുകൊണ്ടാണ് ആ വഴിക്ക് എല്ലാ ചാനലുകളും പോവുകയും ചെയ്തത്. ഇനിയിപ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിലും സമാനമായ രീതിയിൽ ഒരു ബാർക്ക് യുദ്ധം നടക്കുന്നുണ്ട്. നേരത്തെ ടാമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മത്സരമൊക്കെ നടക്കുന്ന സമയത്ത് നമുക്കറിയാം കുറച്ച് ചാനലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ അതല്ല സ്ഥിതി. 10 ന്യൂസ് ചാനലുകളുണ്ട്. ഈ ന്യൂസ് ചാനലുകളുടെ ബാർക്ക് റേറ്റിംഗ് ഓരോ ആഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും പൊതുവിൽ വരുന്നു. വരുന്ന സമയത്ത് നമുക്കറിയാം എന്താണ് അതിനെ നിശ്ചയിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഒരാൾക്കും ഈ ഏറ്റവും ഒന്നാമതായി ബാർക്ക് ചാർട്ടിൽ ഒന്നാമതായിട്ട് വരുന്ന ചാനലിനോ ഏറ്റവും അവസാനമായിട്ട് വരുന്ന ചാനലിനോ ഒരു ഉറപ്പും ഉണ്ടാവില്ല. എന്താണ് അതിൻ്റെ ആ ഫിഗേഴ്സിനെ നിശ്ചയിച്ചൊരു കാര്യം. ഇപ്പോൾ നമുക്കറിയാം, ഒരു തിരഞ്ഞെടുപ്പ് വരുന്ന ഒരു ദിവസമാണ്, നമുക്ക് ഇലക്ഷൻ പ്രഖ്യാപിച്ചൊരു ദിവസം. നമ്മുടെ ഷോയുടെ ഒരു മേന്മ അല്ലെങ്കിൽ ആ മേന്മ കുറവ് അതെന്തെങ്കിലും ഒന്നിന് അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാകാം എന്ന ഒരു അനുമാനത്തിലേക്ക് നമ്മളെത്തും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വലിയ ഇവൻറ്റ് വരും, വയനാട് സംഭവം വരുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് നമ്മളുടെ ഒരു പരിമിതികൾ ഒരുപക്ഷെ അതിനകത്ത് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ നന്നായി ചെയ്യുന്നു. ഇതൊന്നുമല്ലാത്ത ദിവസങ്ങളിലും വലിയ വ്യത്യാസങ്ങൾ ചില ചാനലുകളും തൊട്ട് താഴെ നിൽക്കുന്ന ചാനലുകളും തമ്മിൽ വരും. അതെങ്ങനെ ഉണ്ടാവുന്നു? അപ്പോൾ അതിന് നമുക്കൊരു ഉത്തരവില്ല. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു കോമൺ കണ്ടൻറ്റാണ് മിക്കവാറും എല്ലാ ചാനലും അക്രോസ് ദ ചാനൽസ് പോകുന്നുണ്ടാവുക. ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 70% കോമൺ കണ്ടൻ്റ് ആയിരിക്കും. അപ്പോൾ പല രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ടാവും എന്നുള്ളത് ഒഴിച്ചാൽ. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും വലിയ ഡിഫറൻസ് വരുന്നത്? ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഇതിൻ്റെ മറ്റൊരു വശം നമ്മൾ കാണേണ്ടത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മളിത് വെച്ചിട്ട് ഈ 1500 പരമാവധി 1500 ഞാൻ പറയുന്നത് മീറ്ററുകളിൽ കേരളത്തിൽ ഇത് കാണുന്ന അതിൻ്റെ വെച്ചിട്ടല്ല അത് വരുന്നത്. കാണുന്നത് അവർ തന്നെയായിരിക്കും, അതിൽ നിന്നുള്ള ഡാറ്റ തന്നെയായിരിക്കും വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കാണുന്നത് ആര് എന്ന് തീരുമാനിക്കുന്നതിൽ ഈ ഏജൻസിക്കും മറ്റു ചിലർക്കും പങ്കുണ്ട്. അത് നമ്മൾ തള്ളിക്കളയാൻ കഴിയില്ല. അത് അവർ ഒരു പരിധിവരെ അവരും തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ ചാനലുകൾ ഓരോ കേബിൾ ഓരോ സർവീസിൽ ഓരോ രീതിയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. ചില ചാനലുകൾ അവരുടെ പൊസിഷനിങ്ങിൽ വളരെ മുന്നിലാണ്, ചില കേബിളുകളിൽ പിന്നിലാണ്. അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഓണാക്കുമ്പോൾ തന്നെ വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നിഷാദ് ഇപ്പോൾ പറഞ്ഞതാണ്. നമ്മൾ ഓണാക്കുമ്പോൾ തന്നെ അതിൻ്റെ ലാൻഡിംഗ് പേജിൽ നമ്മുടെ ചാനൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് നല്ല സാധ്യതയാണ് റേറ്റിംഗിൽ കൂടാനുള്ള നല്ല സാധ്യത. നല്ലൊരു 70% ചാൻസ് അതിനകത്ത് ഉണ്ട് എന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ 2-3 കേബിൾ നെറ്റ്വർക്ക്സിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇതിലൊക്കെ നമുക്ക് ലാൻഡിംഗ് പേജിൽ എത്താൻ കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങളെന്താ ചെയ്യാത്തത്? അവിടെയാണ് വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രശ്നം വരുന്നത്. വലിയ പണം അവിടെ കൊടുക്കേണ്ടി വരും. അതായത് ഇപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. ആ ഒരു വിഭാഗം ആളുകളുമായിട്ട് നടക്കുന്ന നെഗോസിയേഷനിലൂടെ, അതായത് മത്സരമുണ്ടല്ലോ, അപ്പോൾ നെഗോസിയേഷൻ അവർക്ക് ധാരാളം എത്ര വേണമെങ്കിലും നെഗോസിയേറ്റ് ചെയ്യാം. അതിലൂടെ അവർ നേടിയെടുക്കുന്ന പണം അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടി വരുന്ന പണമാണ് യഥാർത്ഥത്തിൽ ബാർക്കിൻ്റെ ചെലവ് എന്ന് നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ കോടികളാണ്. ഒരു സംശയമില്ല. ഇപ്പോൾ ഒരു ചാനൽ നമുക്കറിയാം, ചില നെറ്റ്വർക്ക്സിൽ ഇപ്പോൾ ലാൻഡിംഗ് പേജിലാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, മറ്റൊരു ചാനൽ നമ്മളവിടെ എത്തി. ഇപ്പോൾ ലാൻഡിംഗ് പേജിൽ ഒരു ചാനലായിരിക്കുമല്ലോ, നമ്മൾ റിമോട്ട് എടുത്ത് വെറുതെ എന്തെങ്കിലും ഒന്ന് പ്രസ് ചെയ്താൽ ഉടനെ വരുന്നത് ആ ചാനലായിരിക്കും. അങ്ങനെയും പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ചാനൽ അതായിരിക്കും അറ്റ് എനി കോസ്റ്റ്, നമ്മളത് സെലക്ട് ചെയ്താലും ഇല്ലെങ്കിലും. ഇനിയിപ്പോൾ മറ്റൊരു ചാനലിന് വേണമെങ്കിൽ വേറൊരു ഓപ്ഷൻ കൂടി എടുക്കാം സമാനമായിട്ട്. ഏറ്റവും ഇത് കഴിഞ്ഞാൽ വരുന്ന ഒരു ചാനൽ നമ്മുടെ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചായിരിക്കും. ഒരു ചാനലിൽ നിക്ഷേപകർ തന്നെ ഈ പറയുന്ന നെറ്റ്വർക്കിൻ്റെ ആളുകൾ കൂടിയായി മാറിയാൽ എങ്ങനെയിരിക്കും? അതിലെ നിക്ഷേപകർ, അതിൽ നല്ല തോതിലുള്ള ഒരു നിക്ഷേപം ഈ നെറ്റ്വർക്കിൻ്റെ ആളുകൾക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കേബിൾ നെറ്റ്വർക്കിൻ്റെ ആളുകൾക്ക് ഉണ്ടെങ്കിൽ, അവരുടെ ചാനലുകൾ എവിടെയൊക്കെയാണ് ഈ മീറ്റർ ഉള്ളത് എന്നത് കൂടി അറിയുന്ന ആളുകളാണെങ്കിൽ പിന്നെ അതിൽ സംഭവിക്കാവുന്ന ഒരു വ്യത്യാസം നിഷാദ് ആലോചിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇത് അത്രയൊന്നും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വളരെ പക്കാ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സംവിധാനമാണെന്ന് പറയാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം ഇപ്പോൾ ഡിജിറ്റലിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് ആക്ച്വൽ ഡാറ്റയാണ്. ഇപ്പോൾ നമ്മളുടെ ചാനൽ ഒരു 115 പേര് വാച്ച് ചെയ്യുന്നു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞാൽ 115 എന്നുള്ളത് സംശയമില്ല. 116 ആയാൽ അത് അങ്ങനെ കാണിക്കും. അതിനകത്തൊരു സംശയവും നമുക്കില്ല. അതുപോലെ തന്നെ നമ്മളുടെ ഒരു കണ്ടൻറ്റ് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ആയിട്ട് എത്ര പേര് കണ്ടു എന്നുള്ളതിൽ കൃത്യ കണക്കുണ്ട്. അപ്പോൾ ഈ കണക്കുകൾ യൂട്യൂബിലെ ആവട്ടെ ഫേസ്ബുക്കിലെ ആവട്ടെ ഈ കണക്കുകൾ കൂടി ചേരാത്തതുകൊണ്ട് നമുക്ക് നമുക്ക് 3 പേർക്കും ഉറപ്പുള്ളൊരു കാര്യം, യൂട്യൂബിൽ നമ്മൾ എന്തായാലും 10ാം സ്ഥാനത്തല്ല, അല്ലേ?
3 or 4 സ്ഥാനത്താണ്. യൂട്യൂബിലും ഇത് കയറ്റാനുള്ള എന്തോ ഒരു ഏർപ്പാടില്ലേ? അല്ല, അതുണ്ടാവും, അത് നടക്കുന്നുണ്ടാവും നിഷാദ്. ഞാൻ പറയുന്നത് അത് ചെയ്യാതിരിക്കുന്ന നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ അതിനും പണം മുടക്കാൻ എന്തുകൊണ്ടാണ് എന്ന് നിഷാദ് എന്നോട് ചോദിക്കരുത്. നമ്മൾ പണം മുടക്കി ഈ സാധനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ വിചാരിച്ചോളൂ. ഞാൻ പറയുന്നത് ഇതിനകത്ത് നമ്മുടെ മുമ്പിലുള്ള ഡാറ്റയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ആലോചിക്കണം. TV-യിലൂടെ ഇത് കാണുന്ന പ്രേക്ഷകർ കുറഞ്ഞു വരുന്നു എന്ന ജനറൽ പ്രിസംഷൻ നമ്മുടെ മുമ്പിലുണ്ട്. അത് കണക്കുകളുണ്ട് അതിനകത്ത്. ഇപ്പോൾ കൂടുതൽ ആളുകൾ ഡിജിറ്റലായിട്ടാണ് കാണുന്നത്, സ്മാർട്ട് ഫോണുകളിൽ അല്ലെങ്കിൽ അവരുടെ ലാപ്പുകൾ, ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ TV മാത്രം ആശ്രയിച്ചിട്ടുള്ള ഒരു കണക്കിന് വെച്ച് ഈ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര കണ്ട് നമുക്ക് അതൊരു യുക്തിഭദ്രമായിട്ട് കാണാനാകും. അതുകൊണ്ടാണ് ഇതും കൂടി ചേർക്കണം. ഞാൻ പറയുന്നത് നമുക്കിപ്പോൾ നമ്മൾ ഏത് സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതൊക്കെ വേറൊരു കാര്യമാണ്. പക്ഷേ ഇത് വരണം. ഇത് വന്നു കഴിഞ്ഞാലാണ് ഒരുപക്ഷെ ഒരു ചാനലിൻ്റെ യഥാർത്ഥ വ്യൂവർഷിപ്പിനെ കുറിച്ച് ഒരു സാമാന്യ ധാരണയെങ്കിലും കൃത്യമായി കിട്ടുക എന്ന് പറയാൻ പറ്റും. യെസ്. ലജിംസ്, ഇപ്പോൾ ഈ ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ പ്രവർത്തനവും സർക്കാരിൻ്റെ താല്പര്യവും ഒരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലോ. അവിടെ എല്ലാം സുതാര്യമായിക്കോട്ടെ എന്ന് സർക്കാർ വിചാരിക്കുകയും സംവിധാനങ്ങൾ വിചാരിക്കുകയും അങ്ങനെ ഒരു ഇടപെടലില്ലാത്തൊരു സംഗതി ഇന്ത്യയിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ എപ്പോഴും ഒരു വ്യക്തി എന്ന നിലയിലും മാധ്യമപ്രവർത്തനം എന്ന നിലയിലും ഭരണകൂടത്തെ സ്കെപ്റ്റിക്കലായിട്ട് നോക്കി കാണുന്ന ഒരാളാണ്. ഒരു നല്ല കാര്യം തന്നെ ചെയ്യുകയാണെന്നിരിക്കട്ടെ, ഭരണകൂടം ഒരു നല്ല കാര്യം ചെയ്യുകയാണ് പ്രത്യക്ഷത്തിൽ, എങ്കിൽ പോലും അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ആലോചിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഞാൻ വായിച്ചു നോക്കി. അപ്പോൾ സർക്കാരിൻ്റെ ഉദ്ദേശം നല്ലതാണ്, നല്ല ഇൻറ്റൻഷനാണ്. കാരണം ബാർക്ക് എന്ന ഒരൊറ്റ ഏജൻസി വേണ്ടത്ര സാമ്പിളുകളില്ലാതെ ഒരു ഓഡിറ്റ് നടത്തുന്നു. ആ ഓഡിറ്റ് ഒട്ടും ശാസ്ത്രീയമല്ലാതെ സർക്കാർ തന്നെ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ രീതി നോക്കുന്നത്. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടും ശാസ്ത്രീയമല്ല, അത് തെറ്റായ കണക്കാണ് എന്നെല്ലാവർക്കും അറിയാം. നമുക്കറിയാവുന്ന പോലെ സർക്കാരിനത് മനസ്സിലായിരിക്കുന്നു. സർക്കാർ ഇപ്പോൾ തീരുമാനിക്കുന്നത് ടെലിവിഷൻ മാത്രം, അതായത് കേബിളിലൂടെ വരുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ, ഡിജിറ്റൽ നോക്കണം എന്നാണ്. അപ്പോൾ ഡിജിറ്റൽ നോക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ മൊബൈലിൽ കാണുന്നതോ ലാപ്ടോപ്പിൽ കാണുന്നതോ ഒന്നുമല്ല പ്രശ്നം. ടെലിവിഷൻ തന്നെ സ്മാർട്ട് TV ആയി മാറി. ആളുകൾ ടെലിവിഷൻ ഈ ഡിജിറ്റലാണ്. അപ്പോൾ എന്ന് മാത്രമല്ല, കേബിൾ കണക്ഷൻസ് അതുപോലെ DTH ഇതിൻ്റെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കണക്ക് കാണിക്കുന്ന അതിൻ്റെ സബ്സ്ക്രൈബർ കുറഞ്ഞുകൊണ്ടിരിക്കുക, അതിനനുസരിച്ച് ഡിജിറ്റൽ കണക്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാർക്ക് എണ്ണിയിട്ട് എന്ത് കാര്യം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം കുറേ കൂടി ചിലവ് കുറഞ്ഞതും ആദായകരവും എളുപ്പമുള്ളതുമാണ് ഡിജിറ്റൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആളുകൾ അതാണ് കൂടുതൽ കാണുന്നത്. ഓക്കെ. ഇനി രണ്ടാമത്തെ കാര്യം, ഒരൊറ്റ ഏജൻസി ഇത് മാത്രം നോക്കിയാൽ മതിയോ? ഇതിനൊരു കോമ്പറ്റീഷൻ വേണ്ടേ എന്നുള്ളതാണ് സർക്കാർ ചോദിക്കുന്നൊരു ചോദ്യം, നമ്മളിൽ നിന്ന് റെസ്പോൺസ് തരുന്നൊരു ചോദ്യം. അപ്പോൾ മൾട്ടിപ്പിൾ ഏജൻസീസ് കാൽക്കുലേറ്റ് ചെയ്യട്ടെ, അപ്പോൾ അതിലൊരു കോമ്പറ്റീഷൻ വരും. അപ്പോൾ അതേതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യട്ടെ, വ്യത്യസ്ത ഏജൻസികൾ, അത് ആവശ്യമുള്ളവർ അത് ചൂസ് ചെയ്യട്ടെ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സുതാര്യത വരും. കോമ്പറ്റീഷൻ വരുമ്പോൾ സുതാര്യത വരും, കോമ്പറ്റീഷൻ വരുമ്പോൾ ക്വാളിറ്റി വരും. അപ്പോൾ ക്വാളിറ്റി ഉറപ്പാക്കാൻ ഏജൻസികൾ തയ്യാറാകും എന്നുള്ളതാണ് സർക്കാർ കാണുന്ന ഒരു നല്ല ഉദ്ദേശം. തീർച്ചയായിട്ടും അതൊക്കെ നല്ല ഉദ്ദേശം തന്നെയാണ്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഒരു ജനാധിപത്യ രാജ്യത്ത് അങ്ങനെയാണ്. അതുകൊണ്ട് ഒരൊറ്റ ഏജൻസി മാത്രമല്ല ഓഡിറ്റ് ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ശരിയല്ല. എന്ന് മാത്രമല്ല, ഇതിൻ്റെ ബിസിനസ് പെർസ്പെക്റ്റീവിൽ നോക്കുക, ഇത് ഭരണകൂടത്തിൻ്റെയും പ്രേക്ഷകരുടെയും ടെലിവിഷൻ ചാനലിൻ്റെയും മാത്രം താല്പര്യമല്ല, ഇതിൻ്റെ ഒരു കോർപ്പറേറ്റ് വശം ആലോചിച്ച് നോക്കുക. ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ മുംബൈ ആസ്ഥാനമായ കോർപ്പറേറ്റുകൾ ദശലക്ഷക്കണക്കിന് പണം പമ്പ് ചെയ്യുകയാണ് അഡ്വർടൈസ്മെൻറ്റ് രംഗത്ത്. അവർക്ക് തന്നെ ചിന്തയുണ്ടാവും, ഇത് ആർക്കാണ് നമ്മളിത് കൊടുക്കുന്നത്, ഇത് ആരാണ് കാണുന്നത് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ അവർ ചിലവഴിക്കുന്ന പണത്തിനനുസരിച്ച് അവർക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാവില്ല. അവർ അത് റീതിങ്ക് ചെയ്യും. നമ്മൾ ചില മീഡിയകളിൽ ഇങ്ങനെ പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ കാണുന്നില്ല, അല്ലെങ്കിൽ അത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ല, നമ്മുടെ പ്രൊഡക്റ്റിന് അത്ര മാർക്കറ്റ് കിട്ടുന്നില്ല എന്നവരാണ് അവരും റീതിങ്ക് ചെയ്യും. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഒരു കോർപ്പറേറ്റ് പ്രഷർ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ടാവും എന്നാണ്. അതല്ലാതെ സർക്കാർ ഇത്രയും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ, അത് ഇത്രയും പരാതികൾ ഉയർന്നതിന് ശേഷം, അർണബ് ഗോസ്വാമിക്കെതിരെ കേസ് ഉണ്ടായതിനു ശേഷം ഇപ്പോൾ 4-5 വർഷം കഴിയുന്നു. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അത് ഈ ആളുകളോടുള്ള ഗുണകാംക്ഷ മാത്രമല്ല, അല്ലെങ്കിൽ ചാനലുകളോടുള്ള ഗുണകാംക്ഷ മാത്രമല്ല, ഒരു കോർപ്പറേറ്റ് പ്രഷർ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണുന്ന ഒരു അപകടം. ഒരുപക്ഷെ അത് പലരും ചൂണ്ടിക്കാട്ടാനിടയുണ്ടാവും. ഈ നോട്ടിഫിക്കേഷന് മറുപടി കൊടുക്കുമ്പോൾ ചൂണ്ടിക്കാട്ടാനുണ്ടാവും. ഒരു സർവൈലൻസ് എക്കോസിസ്റ്റം രൂപപ്പെടുകയാണ്. ഇപ്പോൾ ബാർക്കിൻ്റെ ആ മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിമോട്ടുമായി ഘടിപ്പിച്ചിട്ടുള്ളതാണ്. അത് ടെലിവിഷനിൽ എന്ത് കാണുന്നു എന്നുള്ള വിവരം മാത്രമാണ് ശേഖരിക്കപ്പെടുന്നത്. അതേസമയം ഒരു ഡിജിറ്റൽ എക്കോസിസ്റ്റത്തിലേക്ക് ഈ ഓഡിറ്റിംഗ് വരുമ്പോൾ നമ്മുടെ അടിയാധാരം വരെ ഭരണകൂടത്തിന് കിട്ടുകയാണ്. മറ്റേ മീറ്റർ വെച്ച് 1500 പേരുടെ പ്രശ്നം അത്രയേ ഉള്ളൂ. ഇതങ്ങനെയല്ല, ഇത് ഡിജിറ്റൽ സർവൈലൻസ് ആണ്. നമ്മളെ വീട്ടിൽ നമ്മൾ ടെലിവിഷൻ എന്ത് കാണുന്നു എന്നുള്ളത് മാത്രമല്ല അതിലെ പ്രശ്നം. കാരണം അത് മറ്റത് റിമോട്ടുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതിലെ ഡാറ്റ ഓഡിറ്റ് ചെയ്യുന്നത്. ഇതങ്ങനെയല്ല. നമ്മുടെ വീട്ടിൽ നെറ്റ് കണക്ഷനുണ്ട്,
നെറ്റ് കണക്ഷനിലൂടെ ഒരു പുതിയ സർവൈലൻസ് മെക്കാനിസം സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടെന്നുള്ളത് ഗൗരവതരമായ ചിന്ത ഉണർത്തേണ്ട കാര്യമാണ്. അതായത് എനിക്കൊന്നും ഇനി ഒളിക്കാനില്ല, സർക്കാർ കണ്ടോട്ടെ എന്ന മറുപടി അതിന് പറ്റില്ല. സർവൈലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് അറിയുക മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഭരണകൂടത്തിന് തീരുമാനിക്കാനുള്ള ഒരു ടൂൾ കൂടിയാണ് എന്ന ഓർമ്മ വേണം. ശരി, സർക്കാർ ഈ കൊണ്ടുവരുന്ന സംഗതി ഒറ്റനോട്ടത്തിൽ നമുക്ക് ശുഭകരമാണെന്ന് തോന്നുമെങ്കിലും അതെന്തുമാത്രം അതിൻ്റെ ക്വാളിറ്റിയിൽ സ്ഥാപിക്കപ്പെടും എന്നതൊരു ചോദ്യം. മറ്റേ ഈ പറഞ്ഞ പോലെയുള്ള സർവൈലൻസ് ആശങ്കകൾ സ്വാഭാവികമായിട്ട് അതിനൊപ്പം ഉയർന്നു വരുമെന്ന് കാണുകയും ചെയ്യണം. എന്തായാലും നിലവിലെ ഇപ്പോഴത്തെ റേറ്റിംഗ് സംവിധാനത്തിൽ വലിയ തോതിലുള്ള അപാകതകളുണ്ട് എന്നത് അതിനകത്ത് തന്നെ ഉയർന്നു വരുന്ന, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ തന്നെ ഉയർന്നു വരുന്ന വിമർശനമാണെന്ന് യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയും ചെയ്യുന്നു.